അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സത്യവിശ്വാസികളെ, നാം എല്ലാവരും വെള്ളിയാഴ്ച ദിവസം ജുമുഅ നിസ്കാരത്തിന് വേണ്ടി പള്ളിയിൽ പോകുന്നവരാണ്. ഈ എല്ലാ ആഴ്ചയും ജുമുഅയ്ക്ക് വേണ്ടി പള്ളിയിൽ പോകുന്ന നമുക്ക് ജുമുഅ ലഭിക്കാറുണ്ടോ എന്ന് നാം ഒന്ന് ചിന്തിക്കണം. നാം ചിലപ്പോൾ ഇറങ്ങുന്നത്, പള്ളിയിലേക്ക് വീട്ടിൽ നിന്നിറങ്ങുന്നത് രണ്ടാമത്തെ ബാങ്ക് കൊടുത്തതിന് ശേഷമാണ്. നമുക്ക് കേൾക്കാം, മുഅദ്ദിൻ ഉസ്താദ് ഖുത്ബക്ക് മുമ്പ് പറയുന്ന ഒരു ഹദീസുണ്ട്. എന്താണത്? അൽ ജുമുഅത്തു ഹജ്ജുൽ ഫുഖറാഇ വൽ മസാകീൻ വഈദുൽ മുഅ്മിനീൻ അൽ ഖുത്ബത്തു തഖൂമു മഖാമ റകഅതൈനി മിനൽ ഫർദ്. وقال النبي صلى الله عليه وسلم إذا قلت لصاحبك يوم الجمعة وانصت والإمام يخطب فقد لغوت. എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മുടെ പള്ളിയിലെ മുഅദ്ദിൻ ഉസ്താദ് ജുമുഅയ്ക്ക് മുമ്പ് പറയുന്നതാണിത്. എന്താണ് ഇതിനർത്ഥം? ജുമുഅ എന്നുള്ളത് പാവങ്ങളുടെ ഹജ്ജാണ്. ജുമുഅ നിസ്കാരത്തിന് പള്ളിയിലെത്തിയ ഒരു മനുഷ്യൻ ഖത്തീബ് ഉസ്താദ് മിമ്പറിന്മേൽ കയറിയതിന് ശേഷം ആ പള്ളിയിലുള്ള ഒരാളോട് സംസാരിച്ചു കഴിഞ്ഞാൽ അവന് ജുമുഅ ലഭിക്കുന്നില്ല, അവൻ്റെ ജുമുഅ ശരിയാകുന്നില്ല. കാരണം അൽ ഖുത്ബത്തു തഖൂമു മഖാമ റകഅതൈനി മിനൽ ഫർദ്. ഖുത്ബ എന്നുള്ളത് നിസ്കാരത്തിൻ്റെ, ജുമുഅ നിസ്കാരത്തിൻ്റെ 2 റക്അത്തിൻ്റെ സ്ഥാനത്ത് വരുന്നതാണ്. ആ ഖുത്ബയുടെ ഇടയിൽ ആരെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അവന് ഖുത്ബ ജുമുഅ ലഭിക്കുന്നതല്ല എന്നാണ് പറയുന്നത്. നാം ഒന്ന് ചിന്തിക്കണം. നാം പള്ളിയിലെത്തിക്കഴിഞ്ഞാൽ ഖത്തീബ് ഉസ്താദ് അവിടെ ഖുത്ബ ഓതുന്നുണ്ടാവും, ഇവിടെ ഇരുന്ന് സംസാരിക്കുന്ന എത്ര ആൾക്കാരുണ്ടാവും. അങ്ങനെ സംസാരിക്കുന്നവന് ജുമുഅ ലഭിക്കുന്നതല്ല. അള്ളാഹുവിൻ്റെ മലായിക്കത്തുകൾ ജുമുഅ നിസ്കാരം പള്ളിയിലുണ്ടാകും. അവർ പള്ളിയിൽ ആരെല്ലാം ജുമുഅയ്ക്ക് വരുന്നുണ്ട് എന്ന് രേഖപ്പെടുത്തും. എന്ന ഹദീസിൽ കാണാം, ജുമുഅയ്ക്ക് ആരെല്ലാം വരുന്നുണ്ട് എന്ന് രേഖപ്പെടുത്തും. ഖത്തീബ് ഉസ്താദ് മിമ്പറുമ്മേൽ കയറി കഴിഞ്ഞാൽ ആ മലായിക്കത്തുകളെല്ലാം എന്താവും? ജുമുഅയ്ക്ക് വേണ്ടി സഫ് കെട്ടും. അതോടുകൂടി എന്തായി? അവരുടെ ആ രേഖപ്പെടുത്തുന്ന പരിപാടി അവരവിടെ സ്റ്റോപ്പ് ചെയ്യും. അതിനുശേഷം വരുന്ന ആളുകളുടെ പേരെന്തുണ്ടാവില്ല, ജുമുഅയ്ക്ക് വരുന്നവരുടെ ലിസ്റ്റിലുണ്ടാവില്ല.